ഹലോ ഗെയ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് ആണ്. അതിനകത്ത് ബ്ലോക്സ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഗെയിമാണ്. ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് അറിയാം. നമുക്ക് അന്നേരം ഗെയിമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലോഡ് ആവുകയാണ്, കുറച്ച് സമയം എടുക്കുമായിരിക്കും. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. എന്തോ ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ആ ഇവൻറ്റ് ഞാൻ ചേർന്നോന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പം ലെവൽ 1 ആണ്. ഈ ഗെയിം ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. ലോഡാകാൻ കുറച്ച് സമയം പിടിക്കും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ലോഡായിട്ടുണ്ട്. നമുക്ക് പൈററ്റ്സ് ആണ് ഞാൻ എപ്പോഴും എടുക്കാറ്, അതുകൊണ്ട് ഇപ്പോഴും പൈററ്റ്സ് തന്നെ എടുക്കാം. ഓഫ് കോഴ്സ് നമ്മൾ പൈററ്റ് സ്റ്റാർട്ടറിലാണ്. നമുക്ക് ക്വസ്റ്റ് എടുക്കാം. മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ ലെവൽ കൂട്ടാൻ നോക്കും. നമുക്ക് ബാൻഡേഴ്സിനെ കൊല്ലാം. ഇവരെ കൊല്ലാൻ ഈസിയാണ്. 5 പേരെ കൊന്നാൽ മതി. നമുക്ക് മീലി അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഗെയിം പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇവരെ കൊല്ലട്ടെ. നമ്മൾ 3 പേരെ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ലെവൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. നമ്മൾ ലെവൽ 2 ആയി. ഇങ്ങനെ കളിക്കുന്നത് അതാ എനിക്ക് കംഫോർട്ടബിൾ. ഒരാൾ ഇവനെയും കൂടെ കൊന്നാൽ നമ്മുടെ കോസ്റ്റ് പെട്ടെന്ന് തീരും. ലെവൽ അപ്ഗ്രേഡ് നമ്മൾ ലെവൽ 5 ആയി. ഈ മെനു നമുക്ക് സ്റ്റാറ്റ്സ് 99+ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അതാണ് നല്ലത്. ന്യൂ ഐലൻഡ് അതായിട്ടില്ല. നമുക്ക് ഇവിടെ തന്നെയാണ് വീണ്ടും കോസ്റ്റ് എടുക്കേണ്ടത്. നമുക്ക് $652 ആയി. $1000 വേണം നമുക്ക് സ്ക്വാഡ് മേടിക്കാൻ. അതിനകത്തൊത്തിരി ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് മേടിക്കുന്ന ലെവൽ കൂടുന്തോറും പൈസ ആവും തോറും. എറിയുമ്പോഴുള്ള സൗണ്ട് കേട്ടോ. താഴെപ്പോയി. ജംഗിളിൽ പോയാൽ ആരെങ്കിലും കോച്ചാർ എടുത്തൊന്ന് സ്പിൻ ചെയ്തിട്ട് ഫ്രൂട്ട് കളയാനുള്ള ചാൻസ്. അതങ്ങനെ നമുക്ക് കിട്ടി രക്ഷപ്പെട്ടു. നമ്മൾ ആദ്യം തന്നെ ഫ്രൂട്ട് കിട്ടും. ഇവിടെ ലെവൽ 6 ആയി. 3 പേരെ കൊല്ലുകയും ചെയ്യും. പിന്നെ കൊന്നിട്ട് നമ്മൾ ഒരാളെയും കൂടി ഞാൻ കൊന്നാൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ലെവൽ 7 നമുക്ക് $1000 ആയി. ഇവിടുത്തെ നിധിയൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതിൽ നിന്ന് $300 കിട്ടി. ഇനി എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. അവിടെ ഒത്തിരി ബാൻഡേജ് ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. നമുക്ക് $1845 ആയി. ഒരു സോഡ് മേടിക്കാം. നമുക്ക് മണ്ടത്തരമാണോ എന്നറിയത്തില്ല. നമ്മൾ കട്ടാന എന്നാ വേണ്ട. നമുക്ക് ഈ പൈസ സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഗണ്ണ് മേടിക്കാം. അതാണ് നല്ലത്. ഞാൻ വീണ്ടും കോസ്റ്റ് എടുക്കാൻ പോവാം. എന്തോ ലെവൽ 10 15 ആയാലും നമുക്ക് അടുത്ത ഐലൻഡിലോട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പെട്ടെന്ന് ഇവന്മാരെ കൊല്ലാം.
നമ്മൾ ലെവലപ്പ് ആവുന്നവരെ ഓരോ ഐലൻഡിൽ പോവും. ലെവൽ 8 ആയിട്ടുണ്ട് നമ്മൾ. ഇവന്മാർ ലെവൽ 5 ആണ്. ഇവന്മാരെ കൊല്ലാൻ നമുക്ക് 0 ലെവൽ മതി. ഇനി ഓരോ ഐലൻഡിലോട്ട് പോകുന്തോറും അവന്മാരെ കൊല്ലാൻ നമുക്ക് ലെവൽ കൂടി വരണം. നമ്മൾ 3 പേരെ കൊന്നു. ഇവനെയും കൂടെ കൊല്ലുമ്പോൾ 4 ആവും. ഒരാളും കൂടെ മതി. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ആവും. ലെവൽ 9 ആവുമെന്നാണ് തോന്നുന്നത്. ലെവൽ 9 ആയി. 24 പ്ലസ് അതുമായി സ്റ്റേറ്റ്സ്. നമുക്ക് ഇനിയും ക്വസ്റ്റ് എടുക്കാം. ഇനി കൊല്ലം അവരെ പോയി ഗെയിം തുടങ്ങുമ്പോൾ ഇത്ര അത് കാണത്തുള്ളൂ. ഇനി അങ്ങോട്ട് അതായിട്ട് വരും. ഭയങ്കര പാടായിരിക്കും. നമുക്ക് ഈ കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്കൊന്ന് ജംഗിളിൽ പോകാം, എന്തെങ്കിലും കിട്ടുമെന്ന്. ഇതിലൂടെ കഴിഞ്ഞ് നമുക്ക് ലെവൽ 10 ആവേണ്ടതാണ്. നമുക്ക് 50 ആയാലേ ജംഗിളിൽ പോകാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരൂടെ വേണം. ഇതെൻ്റെ മെയിൻ അക്കൗണ്ട് അല്ല. എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ നല്ല ലെവലുണ്ട്. എനിക്ക് ഏകദേശം 350 ലെവലോളം ഉണ്ട്. ആ ടീമന്മാരൊക്കെ എനിക്ക് വൺ ഷോട്ട് പോലും വേണ്ട. ലെറ്റ്സ് ഗോ. നമ്മൾ ജംഗിളിലോട്ട് പോവാണ്. ഇത് നമുക്ക് ബോട്ട് മേടിക്കാം. ഇവിടെ സ്ലോപ്പ് $300 ഫ്രീ ആയിട്ട് ബോട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര സ്ലോ ആയിരിക്കും. അതിനെക്കാട്ടും നല്ലത് നീന്തി പോകുന്നതാണ്. അതിന് പകരം ഞാൻ സ്ലോപ്പ് മേടിച്ചിട്ടുണ്ട്. ജംഗിളിലോട്ട് പോകും. അവിടെ ഉള്ളവൻ ലെവൽ 10 ആണ്. അവന്മാരെക്കൊല്ല ഇവരെക്കാട്ടി ഹാർഡായിരിക്കും. ജംഗിളിൽ 2 ഐലൻഡായിട്ടാണ്. ഒരു ഐലൻഡ് ഗൊറില്ലാസും ഉണ്ട്, ഗൊറില്ല കിങ്ങും ഉണ്ട്. ഈ ഐലൻഡ് മെയിൻ ഐലൻഡാണ് ജംഗിളിൻ്റെ. കുറച്ച് താമസിക്കും, കാരണം ഈ ബോട്ടിന് അത്രയ്ക്ക് സ്പീഡില്ല. ജംഗിളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊല്ലേണ്ടത് മങ്കീസിനെയാണ്. ഇവരെ കൊല്ലാൻ ഇവർ ലെവൽ 14 ആണ്. നമുക്ക് ആദ്യം പോയി ഇവിടുത്തെ പൈസയൊക്കെ കണ്ടുപിടിക്കാം, എന്നിട്ട് കോസ്റ്റ് എടുക്കാം. ഇവിടെ ചിലപ്പോൾ ഫ്രൂട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഫ്രൂട്ടിൻ്റെ പേരാണ് സാൻഡ്. അതങ്ങ് കഴിച്ച്. കുറച്ചുകൂടെ നേരത്തെ വന്നാലും ചിലപ്പോൾ എനിക്ക് കിട്ടിയേനെ. അഡ്ലക്കാണ്, കിട്ടിയില്ല. ഇവിടെ പോയി കോസ്റ്റ് എടുക്കാം. മങ്കീസിനെ കൊന്ന 2000 അത് കിട്ടും. 2000 HP. ഇവന്മാർ ലെവൽ 40 ആണ്. പക്ഷെ നമ്മൾ ലെവൽ 10 ആയിട്ടുള്ളൂ. ഒരാളെ കൊല്ലാറായി. 6 പേരെ കൊല്ലണം. നേരത്തെ സ്റ്റാർട്ട് റെയിലിൽ നമുക്ക് 5 പേരെ കൊന്നാൽ മതി. ഇവിടെ പക്ഷെ 6 പേരെ കൊല്ലണം. ഇവിടെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്, സിൽവറാണ്. അത് സിൽവറിൽ നിന്ന് നമുക്ക് 300 അതുപോലത്തെ പൈസ കിട്ടും. ഗോൾഡ് കുറച്ചുകൂടെ, ഡയമണ്ടിൽ അതിനെ കാട്ടി. ഈ മങ്കീസിനെ കൊല്ലണം അത്ര പാടൊന്നുമില്ല, ഈസിയാണ്. ഈ ക്വിക്ക് ടാക്കിൾ കോമ്പാറ്റിൽ ഇട്ട ഭയങ്കര സെറ്റാണ്. നമ്മൾ ലെവൽ 11 ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 2 മങ്കീസിനെ കൊന്നിട്ടുള്ളൂ.
ഇനി ഒത്തിരി പേരെ കൊല്ലാനുണ്ട്. ലെവൽ 20 ആയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് നിർത്താം. എൻ്റെ ഹെൽത്ത് പകുതിയോളം കഴിഞ്ഞായിരുന്നു. അവനെ ഞാൻ പെട്ടെന്ന് കൊന്നുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാനും ചത്തേനെ. ഈ ഗെയിം തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ ചത്തിട്ടില്ല, അതൊരു പ്രത്യേകതയാണ്. ലെവൽ 20 ആയാൽ നമുക്ക് കോമ്പാക്റ്റ് ഓണാവും. അത് കഴിഞ്ഞ് ഈ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ കൊല്ലും, പ്ലേയേഴ്സൊക്കെ നമ്മളെ കൊല്ലും, ഈ ഫ്രൂട്ട്സൊക്കെ ഉള്ളവൻ. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് സൂണയാണ്. നിങ്ങൾക്കും അതായിരിക്കും ഇഷ്ടപ്പെട്ടത്, കാരണം സെറ്റാണ്, വാലൊക്കെ വരും. രണ്ടുപേരോട് ഉണ്ട്. തീരാറായി എൻ്റെ ഹെൽത്ത്. ലെവൽ നമ്മുടെ 12 ആയി. ഇനി ഒരാളോടെ കൊന്ന ലെവൽ 13 ആവുമായിരിക്കും. കൊല്ലാറായി. നമുക്കിപ്പോൾ 13 ആവും. നമുക്ക് 14 ലെവലായി. നമുക്ക് 15 ആയി. നമുക്ക് ന്യൂ കോസ്റ്റ് അവൈലബിൾ. ഇത്ര പെട്ടെന്ന് ഒരു സെറ്റിനെ കൊന്നപ്പോഴത്തേനും നമുക്ക് ന്യൂ കോസ്റ്റ് അവൈലബിൾ ആയി. അടുത്ത ഗൊറില്ലാസിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, നമുക്ക് ഗൊറില്ലാസിനെയാണ് ഞാൻ കൊല്ലേണ്ടത്. ഈ പിങ്ക് കോട്ട് ഇട്ടാൽ നമുക്ക് 200+ ഹെൽത്ത് കൂടും. 3 കോട്ടാണ് ഈ ഗെയിമിലുള്ളത്. പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മറ്റേ അക്കൗണ്ടിൽ 3 കോട്ടുമുണ്ട്. അതാണ് ഗൊറില്ല കിങ്. നമുക്കിപ്പോൾ കൊല്ലേണ്ട ഇവന്മാരെ 8 പേരെ കൊല്ലണം. ഇതിനകത്ത് എൻ്റെ പകുതി ഹെൽത്ത് പോലും ആയിട്ടില്ല, പക്ഷെ എൻ്റെ ഒറ്റ ഒരാളെ കൊന്ന് രണ്ടാമത്തെ ആളെ ഇപ്പോൾ കൊല്ലുകയാണ്. ഇവന്മാർ ലെവൽ 20 ഇവന്മാർക്ക് ഭയങ്കര ഹെൽത്താണ്, അതാണ് പൊതുക്കെ ഹെൽത്ത് കുറയുന്നത്. എനിക്കാകെ 100 ഹെൽത്തേ ഉള്ളൂ. നമുക്ക് 42 ഉള്ള സ്റ്റാറ്റുമായി, അത് ഞാനിതുവരെ ശ്രദ്ധിച്ചില്ല. നമുക്ക് പെട്ടെന്ന് ലെവൽ വിടാനുള്ള വഴി വേറെ ആരെങ്കിലും ഇങ്ങനെ കൊല്ലുമ്പോൾ നമുക്ക് ഇടയ്ക്ക് കയറിയാൽ നോക്കണം. അത് അവൻ കൊന്ന്. അവന് 2 ഷോട്ടാണ് ഇവരൊക്കെ. അവനെ കൊന്നു. ഇതാണ് ഈ ഗെയിമിലെ പ്രശ്നം. നമ്മൾ പകുതി ഹെൽത്ത് ആക്കി വെക്കും, വേറെ ആൾ വന്ന് കൊല്ലും. അത് കൊന്നു. ഞാനും ചത്തു. സെറ്റ്. 2 ആളെ ഇതുവരെ കൊന്നിട്ടുള്ളൂ. അവൻ അവിടുന്ന് പോയാലും നമുക്ക് ഇനി ബാക്കിയുള്ളവരെ കൊല്ലാൻ പറ്റൂ. വീണ്ടും ഇങ്ങോട്ട് നിന്ന്. ഇപ്പം നമുക്ക് വെള്ളം പ്രശ്നമല്ല. നമ്മളിനി ലെവൽ കൂടി വരുമ്പോഴും നമുക്കിനി വെള്ളത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. അവൻ കൊന്ന് പകുതിയാക്കിയാണ് ഞാൻ കൊന്നു. എൻ്റെ ഹെൽത്ത് പകുതിയോളം തീർന്നു. ഞാൻ ചത്തു. പക്ഷെ ലെവൽ 16 ആയി ഇത്ര പെട്ടെന്ന്. മറ്റവൻ അവരെ കൊല്ലുന്നതിന് മുന്നേ ഞാൻ ഓടിപ്പോയാണ് കൊല്ലാൻ. എൻ്റെ എനർജി ആകെ 100 ഉള്ളൂ. അതുകൊണ്ട് എനർജി പെട്ടെന്നാണ് തീരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ നടന്നു വേണം. ഇങ്ങനെയൊക്കെ എത്തി. വീണ്ടും ചത്തു. എല്ലാവരും കൂടെ കൊല്ലാൻ വന്നിട്ട് ഞാൻ വീണ്ടും ചത്തു.
ഇനി അവിടെ വരെ വീണ്ടും ഓടിപ്പോണം. 3 പേരെ ഞാൻ ആകെ ഇതുവരെ കൊന്നിട്ടുള്ളൂ. വീണ്ടും അവിടെ വരെ പോവാം. ആ പ്ലെയർ പോവാതെ എനിക്ക് പോകാതെ ഒന്നും കൊല്ലാൻ പറ്റത്തില്ല. കണ്ടീവൻ ആ പ്ലെയർ ഇവനെ പകുതി ഹെൽത്ത് വെച്ച് കാണാക്കുന്നു. ഇവനെയും കൊല്ലാം. പതി 16 ലെവലായി. 5 പേരെ കൊന്നു. ഇനി 3 പേരൂടെ വേണം. പിന്നെ മണ്ടയ്ക്ക് നോക്കാം. ഇമാർ ഭയങ്കര പെതുക്കിയ സ്പോണാണ്. അവൻ കൊന്നു. ആറ് പേരെ കൊന്നിപ്പോൾ. അവൻ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും എനിക്കാണത് കിട്ടിയേ. ഇവനെയും കൂടെ കൊന്നുകൊണ്ട് ചെയ്യും. നമുക്ക് 15 കുറച്ചുകൂടെ അത് മതി. നിങ്ങൾ ലെവലിൽ ശ്രദ്ധിക്കാൻ പറ്റും. 16 കുറച്ചുകൂടെ മതി. 17 ആവാൻ പോയി. 19 ലെവലായിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ കാണും. 20 ആവാൻ ഇതിനകത്ത് ക്വസ്റ്റ് എടുക്കാതെ ഒരാളെ കൊന്നാൽ മതി. 20 ആവാൻ ഒരുത്തൻ ഒരാളെ കൊണ്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ന്യൂ കോസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. 20 ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അവൻ എന്നെ കൊല്ലാൻ വന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.